സാറേ, കാസർഗോഡ് എത്ര കേസുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്? ജില്ലാ ആരോഗ്യ വകുപ്പിന്റെയും ഒക്കെ നിർദ്ദേശങ്ങൾ ഏത് രീതിയിലാണ് പുതിയ സാഹചര്യത്തിൽ വരുന്നത്? പ്രതീഷ്, നിലവിൽ കാസർഗോഡ് 3 പേർക്കാണ് കോളറ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇവരാരും ഇപ്പോൾ നിലവിൽ ആശുപത്രി ചികിത്സയിലില്ല എന്നാണ് നിർണായകമായ വിവരം. 3 പേരും ഇത്തരത്തിൽ ഏകദേശം 1 മാസം മുൻപ് തന്നെ ഇത്തരത്തിൽ പനി ബാധിച്ച ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇതേ തുടർന്ന് ഇവരുടെ ശരീരസ്രവങ്ങൾ പരിശോധനയ്ക്കായി അയച്ചിരുന്നു. അവയുടെ റിസൾട്ട് ഇപ്പോൾ വരുന്ന സമയത്ത് ആണ് ഇത്തരത്തിൽ അവർക്ക് കോളറ രോഗമാണ് എന്നുള്ള സ്ഥിരീകരണം ലഭിക്കുന്നത്. ഇത് രണ്ട് തമിഴ്നാട് സ്വദേശികളും അതുപോലെ തന്നെ ഒരു കാസർഗോഡ് സ്വദേശിയുമാണുള്ളത്. തമിഴ്നാട് സ്വദേശികൾ ഏറെ വർഷമായി കാസർഗോഡിൽ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്തു വരികയായിരുന്നു. അവർ കഴിഞ്ഞ ദിവസം ഏകദേശം 2 ആഴ്ച മുൻപായി അവരുടെ നാട്ടിൽ പോയിരുന്നു. അതുപോലെ തന്നെ ഈ രോഗം സ്ഥിരീകരിച്ച കാസർഗോഡ് സ്വദേശിയും തമിഴ്നാട്ടിൽ ക്ഷേത്ര ദർശനത്തിനായി പോയി എന്നുള്ള വിവരമാണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ നിന്നുമാണ് ഇവർക്ക് കോളറ രോഗബാധ ഉണ്ടായത് എന്നുള്ള ഏകദേശ ധാരണയിലാണ് ഇപ്പോൾ ജില്ലയിലെ ആരോഗ്യ വകുപ്പ് നിൽക്കുന്നത്. സാരംഗ് സുരേഷാണ് കാസർഗോഡ് വിവരങ്ങൾ സംബന്ധിച്ച്. ഒപ്പം സ്ഥിതി അതീവ ഗുരുതരമായി കാസർഗോഡ് മാറുകയാണ്. 3 കേസാണ് ഇപ്പോൾ കോളറ ബാധിതരായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. സംസ്ഥാനത്ത് മറ്റിടങ്ങളിലും അങ്ങനെ പനി ബാധിതരുടെ എണ്ണവും ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്.